ജനിക്കുന്ന ഓരോ കുഞ്ഞും വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു സാധ്യതയാണ്. സ്വർഗത്തിലെ പദ്ധതികൾ നിറവേറ്റാൻ ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ പിറക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ ഈ ഭൂമിയിൽ പിറന്നൊരു കുഞ്ഞിൻ്റെ ജന്മത്തിരുന്നാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മത്തിരുന്നാൾ. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നതിനെ യേശുവിൻ്റെ വംശാവലി പറഞ്ഞുകൊണ്ടാണ്. ഒരു നീണ്ട വംശാവലിയിൽ പുരുഷന്മാരുടെ പേരുകൾ മാത്രം ചേർക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ സ്ത്രീകളുടെ പേരും ചേർക്കപ്പെട്ടു. സ്ത്രീകളുടെ പേരും ചേർക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും മോശപ്പെട്ട സ്ത്രീകളുടെ പേരുകൾ ചേർക്കപ്പെട്ടു എന്ന് പറയുന്നതാണ്. ചിലരൊക്കെ വേശ്യകളെന്നറിയപ്പെട്ടവർ പോലും യേശുവിൻ്റെ വംശാവലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ സുവിശേഷം അവസാനിക്കുന്നിടത്ത് മറിയത്തിൻ്റെ പേര് കൂടി ചേർക്കപ്പെട്ടു. അതായത് ഈ ഭൂമിയിൽ അന്നേ സ്ത്രീ സംവരണം ഉറപ്പുവരുത്തിയത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. സുവിശേഷത്തിൽ സ്ത്രീകളുടെ പേര് ചേർക്കപ്പെടുമ്പോഴും ആ വംശാവലിയിൽ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയുമുണ്ട്, സ്വർഗം പോലും അത്ഭുതത്തോടെ കണ്ട മറിയത്തിൻ്റെ പേരുമുണ്ട്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പോലും എല്ലാ പേരുകൾക്കും സാധ്യതയുണ്ടെന്നും ഏറ്റവും കുറവുള്ള മനുഷ്യർ പോലും അവൻ്റെ പാരമ്പര്യത്തിലുണ്ടായിരുന്നുവെന്നും സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് തെളിച്ചും കിട്ടണം: എത്ര കുറവുള്ളവർക്കും അവൻ്റെ രക്തബന്ധത്തിൽ പോലും പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുറവുകൾ പോലും ക്രിസ്തു നമ്മളെ അകറ്റുന്നില്ല എന്നും കൂടുതൽ ചേർത്ത് പിടിക്കുന്നു എന്നും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷഭാഗം. ഏതൊക്കെയോ ഇടറിപ്പോയ പാതകളിലുള്ള ഒരു സ്ത്രീകളുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ തലമുറ പിന്നീട് കണ്ടത് ഏറ്റവും വിശുദ്ധമുള്ള പരിശുദ്ധമുള്ള ഒരു ജീവിതം ജീവിച്ച ഒരു സ്ത്രീയുടെ ശരീരം കൂടി ചേർത്ത് വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. എവിടേക്ക് വീണുപോയ വീഴ്ചകളൊക്കെ അങ്ങനെ എല്ലാ കാലത്തും വീഴ്ചയുടെ പേരിൽ തലമുറകളോളം പരിഗണിക്കപ്പെടില്ല. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആരെങ്കിലുമൊക്കെ വെച്ച് എടുക്കുന്ന കൃത്യമായ തീരുമാനങ്ങളൊക്കെ ഏറ്റവും വിശുദ്ധമെന്ന് ലോകം വിളിക്കും. അവിടെ ദൈവത്തിൻ്റെ ഇടപെടലും ഏറ്റവും വലുതായിരിക്കും. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജനനത്തോടു കൂടി ചേർന്ന് പാവമില്ലാതെ ജീവിക്കുമെന്ന് എടുത്ത തീരുമാനം അത് സ്വർഗത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ തക്ക വിധത്തിൽ ഈശോയെ ഉദരത്തിൽ വഹിക്കാൻ തീരുമാനമായി. ഈശോ ആദ്യം വഹിച്ച ഭവനം മറിയത്തിൻ്റെ ഉദരമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മളെടുക്കുന്ന തീരുമാനം പോലും വലിയ മാറ്റങ്ങൾക്ക് സ്വർഗത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ സാധ്യമായി മാറും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ മറിയം കാണിച്ച ധൈര്യത്തിൻ്റെ പേരാണ് ആ ഒരു ദൈവിക പദ്ധതിയുടെ നിറവേറ്റൽ. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ നമ്മളും വലിയൊരു മാറ്റത്തിന്, ലോകത്തിൻ്റെ സാക്ഷ്യത്തിന് കാരണമായിത്തീരും. അതുതന്നെയാണല്ലോ കത്തോലിക്ക സഭയിൽ ഇന്നലെയും സംഭവിച്ചത്. സഭ ഇന്നലെ വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ നാമകരണ തിരുനാൾ ആഘോഷിച്ചു. ഈ കാലഘട്ടത്തിലൊരു യുവാവ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. അവൻ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ജീൻസും ടീഷർട്ടും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് നടക്കുമ്പോഴും ആ ഉപയോഗങ്ങൾക്കിടയിലും അവൻ തീരുമാനമെടുത്ത ചില തീരുമാനങ്ങൾ അവൻ ഉറച്ചു തന്നു. സ്വർഗത്തിൻ്റെ പദ്ധതി അവനിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. മിലീനിയം കാലഘട്ടത്തിലെ വിശുദ്ധനെന്ന് കാർലോ അക്വിറ്റസ് അറിയപ്പെട്ടു. പ്രിയമുള്ളവരെ, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ചില മനുഷ്യരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് സ്വർഗത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ സാധിക്കും. അത് അനേകരെ ക്രിസ്തുവിലേക്ക് എത്തിക്കാനും സ്വർഗത്തിലേക്ക് എത്തിക്കാനും സാധിക്കും. തീരുമാനമെടുക്കാൻ മറന്നു പോകാതെ, തീരുമാനമെടുക്കാൻ എത്രത്തോളം ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മ മാതാവിന് ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു, ഒന്നു ചേർന്നു പാടുന്നു. അമ്മ മാതാവിന് ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു, ഒന്നു ചേർന്നു പാടുന്നു. ആശംസകൾ, നൂറു നൂറാശംസകൾ, അമ്മയ്ക്കാശംസകൾ, നൂറു നൂറാശംസകൾ. ആശംസകൾ, നൂറു നൂറാശംസകൾ, അമ്മയ്ക്കാശംസകൾ, നൂറു നൂറാശംസകൾ. സ്ത്രീകളിൽ നീ ഏറ്റം ഭാഗ്യവതി,
തലമുറകൾ പാടും പുണ്യവതി. സ്ത്രീകളിൽ നീ ഏറ്റം ഭാഗ്യവതി. തലമുറകൾ പാടും പുണ്യവതി. രക്ഷകന്നമ്മയായി പൂവിലുദിച്ചൊരാ ഉഷകാല താരമേ കന്യാമ്പേ. രക്ഷകന്നമ്മയായി ഭൂവിലുദിച്ചൊരാ ഉഷകാല താരമേ കന്യാമ്പേ. ആശംസകൾ നൂറു നൂറാശംസകൾ അമ്മയ്ക്കാശംസകൾ നൂറു നൂറാശംസകൾ. ആശംസകൾ നൂറു നൂറാശംസകൾ അമ്മയ്ക്കാശംസകൾ നൂറു നൂറാശംസകൾ. സ്വർഗവും ഭൂമിയും ഒന്നായി തീരാൻ ദൈവം തീർത്തൊരാഗോവണി നീ. സ്വർഗവും ഭൂമിയും ഒന്നായി തീരാൻ ദൈവം തീർത്തൊരാഗോവണി നീ. സ്വർഗീയ രാജ്ഞിയാം അമ്മേ നിൻ ജന്മം അനുഗ്രഹദായകം മഹനീയം. സ്വർഗീയ രാജ്ഞിയാം അമ്മേ നിൻ ജന്മം അനുഗ്രഹദായകം മഹനീയം. അമ്മ മാതാവിന് ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഒന്നു ചേർന്നു പാടുന്നു. അമ്മ മാതാവിന് ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഒന്നു ചേർന്നു പാടുന്നു. ആശംസകൾ നൂറു നൂറാശംസകൾ അമ്മയ്ക്കാശംസകൾ നൂറു നൂറാശംസകൾ.